പുതുയുഗപ്പിറവി എന്ന ജാഥ സതീശൻ കുമ്പളയിൽ തുടങ്ങി സ്റ്റേജിൽ അടിപൊട്ടി കേരളം കണ്ടു ഇന്നലകളുടെ വൈകുന്നേരം. പക്ഷേ വീണ്ടും എത്രയെത്ര വാർത്തകളാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. എന്തുമാത്രം കലുഷിതമാണ് കോൺഗ്രസ്, എന്തുമാത്രം പ്രക്ഷുബ്ധമാണ് കോൺഗ്രസ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടു PC ചാക്കോയും KV തോമസും അടക്കം എത്രയെത്ര ആളുകളാണ് പോയത്. ഒടുവിൽ കരുണാകരന്റെ മകളായ പത്മജ അടക്കം P സരിനടക്കം നിരവധി ആളുകൾ കോൺഗ്രസ് വിട്ടുപോകുന്നത് കണ്ടു. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നു നിൽക്കുമ്പോഴും വീണ്ടും ഒരു പറ്റം കറതീർന്ന കോൺഗ്രസുകാർ പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. VS ശിവൻകുമാർ, പാലോട് രവി, പന്തളം സുധാകരൻ, അങ്ങനെ നീളുന്നു ആ നിര മുഴുവനും. സ്വന്തം പാളയത്തിൽ നിൽക്കുന്ന തീർന്ന കൃത്യമായ നിലപാടുകൾ പറഞ്ഞ കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള നേതാക്കളായിരുന്നവരെ മുഴുവനും ഒറ്റപ്പെടുത്തി സൈഡാക്കി കോൺഗ്രസിന്റെ ഗ്രൂപ്പ് കളി പ്രസ്ഥാനം കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഗ്രൂപ്പിസത്തിൽ വലിയ രീതിയിൽ ഇരകളായിക്കൊണ്ടാണ് ഇന്ന് അടിച്ചമർത്തപ്പെട്ട ഈ നേതാക്കൾ ഓരോ മുന്നണിയുമായും ചർച്ചകൾ നടത്തുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു വരുന്ന മുഴുവൻ വാർത്തകളും അങ്ങനെയാണ്. ദേവസ്വം മന്ത്രി പോലുമായിരുന്ന VS ശിവൻകുമാർ, KPCCയുടെ മുതിർന്ന നേതാവായ പാലോട് രവി, പന്തളം സുധാകരൻ, KPCC സെക്രട്ടറി, അങ്ങനെ നിരവധി ആളുകൾ ഇന്ന് കോൺഗ്രസിൽ നിന്ന് വിടാൻ ഏതു നിമിഷവും ആ വാർത്ത പുറത്തേക്ക് വരാവുന്ന രീതിയിൽ ശക്തമായ ചർച്ചകളായി മാറുകയാണ്. VS ശിവകുമാറിനെയൊക്കെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നില്ല, ഒരു വർത്തമാനം അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല, പരിപൂർണമായ അവഗണനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഏതെങ്കിലും ഒരാളെ ത്രിവർണ പതാക പുതച്ച ഷാളിട്ട് ഇങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ സതീശൻ അതാണ് മുഴുവനും വാർത്തകളാക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു, ഒരു ചെറിയ ഒരു ഓഫീസിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തി കൊണ്ടുവന്ന പോലെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിനെ ഇങ്ങനെ ഷാളിട്ട് അണിയിക്കുന്നത്. സ്വന്തം നിലപാടുകൾ 100% തകർന്നടിയുന്ന സതീശൻ സ്വന്തം പാളയത്തിൽ നിന്നും മറുകണ്ഠം ചാടുന്ന നേതാക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെയാണ് പബ്ലിസിറ്റി സ്റ്റണ്ടിലൂടെ മുഴുവൻ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഗ്രൂപ്പിസം കോൺഗ്രസിൽ വീണ്ടും തലപൊക്കി വരികയാണ്. കൃത്യമായ രീതിയിൽ അവസാനിച്ചു എന്ന് പറഞ്ഞു പരത്തുമ്പോഴും ഗ്രൂപ്പിസത്തിൽ മുങ്ങുകയാണ് കോൺഗ്രസ്. 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ കൈപ്പത്തിയിൽ മത്സരിക്കുന്ന മുഴുവൻ ഇടങ്ങളിലും ഒരു പക്ഷേ ഗ്രൂപ്പിസം നമുക്ക് കാണാൻ കഴിയും. കറതീർന്ന നേതാക്കൾ കടപുഴകി വീഴുന്നത് കാണാൻ സാധിക്കും. ഇടുക്കിയിൽ ജോസഫിനെ വെട്ടി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നത് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയല്ലേ ഇപ്പോൾ? 100% ഉറപ്പാണ്. 1 ഡസനോളം ആളുകളാണ് കോൺഗ്രസിൽ ഇടുക്കി ജില്ലയിൽ, ഇടുക്കി മണ്ഡലത്തിൽ കൃത്യമായി കോൺഗ്രസിന്റെ MLA സ്ഥാനാർത്ഥിയാകാൻ മോഹം പ്രകടിപ്പിച്ച്, ആഗ്രഹം പ്രകടിപ്പിച്ച് നിൽക്കുന്നത്. ഇതിനെയെല്ലാം എവിടെ കൊണ്ടുപോയി ഒതുക്കാനാണ്? ഇതെല്ലാം ഗ്രൂപ്പിസത്തിലൂടെ പുറത്തേക്ക് വരും. ഇതെല്ലാം കൃത്യമായ കോൺഫ്ലിക്റ്റുകളിലൂടെ പുറത്തേക്ക് വരും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കോൺഗ്രസ് ഗ്രൂപ്പിസത്തിൽ മുങ്ങുകയാണ്. ഒരു പുതുയുഗപ്പിറവി എന്ന് പറഞ്ഞ് കുമ്പളയിൽ നിന്ന് ജാഥ നയിച്ചു വരുമ്പോ സതീശൻ കാണുന്നത്, സതീശൻ പറയുന്നതേ കേരളം കൺസീവ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഈ നാട് കാണേണ്ടത് കാണുന്നുണ്ട്, ഈ നാട് വായിക്കേണ്ടത് വായിക്കുന്നുണ്ട്. 100% ഉറപ്പിച്ച് കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം തലപൊക്കി വരിക തന്നെ ചെയ്യുന്നു.